നമസ്കാരം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമരമായി മാറുകയാണ് മുനമ്പം വഖഫ് ബോർഡ് ഇഷ്യൂ. ഒരു വിഭാഗം ആൾക്കാർക്ക് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ വഖഫ് ഭൂമി ആയതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗത്തെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നു. അതിനെതിരായി സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, സ്വന്തം വസ്തുവകകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം നടത്തുന്ന സമരമായി മുനമ്പം വഖഫ് ബോർഡ് സമരത്തെ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട ഭൂമിയാണെന്നും അപ്പോൾ അവർക്ക് അതൊരു വഖഫ് ഭൂമി അല്ല എന്നുള്ള വിധത്തിൽ അവർ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ രമ്യതയിൽ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണ് എന്നുള്ള കാര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ മുനമ്പം വഖഫ് ബോർഡ് വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും മുസ്ലിം ലീഗിലാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധികമാകില്ല. കാര്യം വേറൊന്നുമല്ല, ഇതിൻ്റെ എല്ലാ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് അത് വഖഫ് ബോർഡിൻ്റെതല്ല എന്നുള്ള തരത്തിൽ പറയുന്നു. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി വരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഒരു വശത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ KM ഷാജി പറയുന്നു, അല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം എന്നുള്ള നിലയിൽ പറയുന്നു. അപ്പോൾ പിന്നീട് ലീഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് KM മുനീർ വരുന്നു. അപ്പം ലീഗിനുള്ളിൽ തന്നെ വിരുദ്ധ അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. അതായത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ യാതൊരു അധികാരവും മുസ്ലിം ലീഗിനില്ല, അല്ലെ ലീഗിൻ്റെ നേതാക്കന്മാർക്കില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും. അപ്പോൾ KM ഷാജിയും മുനീറും എല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇതിനകത്ത് കൃത്യമായൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ CPM-ഉം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണത്തിന്, സാമുദായിക ധ്രുവീകരണത്തിന് മുസ്ലിം ലീഗ് ഒരു വഴിമരുന്ന് ഇട്ടുകൊടുക്കരുത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല. എന്നാൽ അങ്ങനെ പറയാൻ എന്താണ് അധികാരം എന്നുള്ള ചോദ്യം ചെയ്യലുമായിട്ടാണ് ലീഗിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ, അതായത് KM ഷാജിയും KM മുനീറും എത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിഷയത്തിൽ താമസിയാതെ തന്നെ ഒരു വലിയ പടലപ്പിണക്കം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ വഖഫ് ഭൂമി അല്ല, KM ഷാജി പറയുന്നത് അങ്ങനെ വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായമല്ല ഇക്കാര്യത്തിൽ ലീഗിനുള്ളത്. ലീഗിൻ്റെ അഭിപ്രായം മറ്റൊന്നാണ്. പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് മുനമ്പത്ത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. കാര്യം എന്താണ്? പ്രതിപക്ഷ നേതാവ് പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്താണ് ഈ മുനമ്പം വരുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ജനകീയ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയും. പക്ഷേ ലീഗിന് അങ്ങനെ ഒരു എതിർപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതിൽ അടിവരയിട്ടുകൊണ്ടാണ് KM ഷാജിയുടെ ഈ പ്രസ്താവന. പിന്നെ ഫാറൂഖ് അധികാരികൾ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടിലാണ് ഫാറൂഖ് കോളേജ് അധികാരികൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ ഈ കോളേജ് അധികാരികൾക്ക് എന്താണ് അവകാശം എന്ന് കൂടി ചോദിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബിഷപ്പുമായി വിദേശത്ത് പോയി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചേരുന്നതാണ്. ക്രൈസ്തവ ബിഷപ്പുമാരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗിലെ KM ഷാജിയുടെ ഈ പിന്തിരിയൽ. അപ്പം വഖഫ് ചെയ്ത ഭൂമി ആരാണ് അവർക്ക് വിട്ടുകൊടുത്തത്? അതായത് ഫാറൂഖ് അല്ലെങ്കിൽ ഈ പറയുന്ന മുനമ്പത്തെ ആളുകൾക്ക് ആരാണ് വഖഫ് ചെയ്ത്? അപ്പോഴും ഷാജി പറയുന്നത് എന്താണ്? അത് വഖഫ് ഭൂമി തന്നെയാണ്. വഖഫ് എന്ന് പറയാൻ നമുക്കറിയാം, ഇത് ദൈവത്തിൻ്റെ സ്വത്ത് എന്നുള്ള നിലയിലാണ് വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വഖഫ് ചെയ്ത ഭൂമി ആർക്കാണ് ഇവർ ആരാണ് ഈ പറയുന്ന മുനമ്പത്തുള്ള സാധാരണ ആൾക്കാർക്ക് വിട്ടുകൊടുത്തത്? അപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിൽ സർക്കാരിലേക്ക് കുറ്റം ചെലുത്തുന്ന തരത്തിലാണ് KM ഷാജി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ KM ഷാജി പറയുന്നത് ശരിയല്ല. ആരും സ്വയമേവ പാർട്ടിയാവാൻ ശ്രമിക്കരുത് എന്നുള്ള കർശനമായ താക്കീതാണ് കുഞ്ഞാലിക്കുട്ടി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന KM ഷാജിയുടെ നിലപാടിനെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അപ്പം ഈ പറയുന്ന ഇദ്ദേഹത്തിന്, അതായത് ഷാജിക്ക് അങ്ങനെ ഒരു അധികാരം ആരും കൊടുത്തിട്ടില്ല. വഖഫ് ഭൂമിയല്ല എന്ന് പറയാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്വയമേവ പാർട്ടിയാകരുത്, അതായത് ലീഗായി മാറാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു താക്കീത് കൂടി കുഞ്ഞാലിക്കുട്ടി ഷാജിക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഷാജിക്ക് കൊടുത്ത അതേ താക്കീത് തന്നെ മുനീറിനും ബാധകമാണ്. മുനീറും പറയുന്നുണ്ട്, അപ്പോൾ അതായത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യം ലീഗ് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് വഖഫ് ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് KM മുനീർ ചെയ്യുന്നത്.
പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്, മുനീർ പറയുന്നതിന് അതൊരു അല്പം കൂടിയുണ്ട്. അവിടെ നിന്ന് പാവങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കരുത്. അതായത് ഒരു പറ്റം ആളുകൾ അവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്നു. അത്തരക്കാരെ അവിടെ നിന്ന് കുടിയിറക്കുന്നതിനോട് ലീഗിന് താല്പര്യമില്ല, അല്ലെങ്കിൽ മുനീറിന് താല്പര്യമില്ല എന്ന് തന്നെ പറയും. ലീഗിനും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. അതുകൊണ്ടാണല്ലോ ലീഗ് പറഞ്ഞത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യം. അപ്പം പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ലീഗിനുണ്ടോ എന്ന് ചോദിച്ചാൽ ലീഗിന് തൽക്കാലം പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, ലീഗ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയൂ, വഖഫ് ഭൂമി അല്ല എന്ന് മാത്രമേ പ്രതിപക്ഷ നേതാവ് പറയൂ. അപ്പോഴും ആ കാര്യം എന്താണ്? പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥലമാണ് അത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാൻഡ് ഇവിടെ മുസ്ലിം ലീഗ് പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ധ്വനിപ്പിക്കൽ കൂടി KM മുനീറിൻ്റെ ഭാഷയിൽ വരുന്നുണ്ട്. അപ്പോൾ സാദിഖ് അലി തങ്ങൾ പറയുന്നത് അവരെ കുടിയൊഴിപ്പിക്കരുത് എന്നും, അപ്പം ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങണം എന്നുള്ള കാര്യവും ബിഷപ്പ്മാരെ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള കാര്യവുമെല്ലാം നേരത്തെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് ലീഗിൻ്റെ നേതൃത്വത്തിനുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഗിൽ വഖഫ് വിഷയം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ ഒരു ഉൾപാർട്ടി പ്രശ്നത്തിലേക്ക്, ഭിന്നിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷാജി നമുക്കറിയാം, ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാപോയ കോടാലിയാണ്. ഷാജി ഏതറ്റം വരെ വേണേലും ആർക്കെതിരെ വേണേലും സംസാരിക്കാനും പ്രസംഗിക്കാനും കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ്. മൂർച്ചയുള്ള ഒരു വാൾ തന്നെയാണ് ഈ പറയുന്ന ഷാജി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബേസ്ലെസ് ആയിട്ടുള്ള അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളുമായി സർക്കാരിനെ പോലും അല്ലെങ്കിൽ ഭരണകക്ഷിയെ പോലും മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ള ഒരു നേതാവായി KM ഷാജി അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും അങ്ങനെ തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. മുനീർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭിന്നാഭിപ്രായം ഉയരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ വോട്ട് നേടിക്കൊണ്ട് വിജയിച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്താതെ പ്രതിപക്ഷ നേതാവിനൊപ്പം നിന്നുകൊണ്ട് അവിടെ നിന്നൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ലക്ഷ്യം വെക്കുകയാണ് നമുക്കുള്ളത് കാണാം. അതായത് BJP ഇവിടെ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ്. അതായത് സാമുദായികമായി ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം BJPയുടെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതായത് ക്രൈസ്തവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് സത്യത്തിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത്. അത് ക്രൈസ്തവരുമായി കൂടുതൽ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായും LDFും UDFും രണ്ട് മുന്നണിയും കൂടെ കിണഞ്ഞ് പരിശ്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഈ പറയുന്ന മുനമ്പത്തുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ലീഗ് ഇപ്പോൾ ഒരു മൃദു ക്രൈസ്തവ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ലീഗിൻ്റെ നേതൃത്വം. അതേസമയം ആ മൃദു ഒരു സമീപനത്തോട് തൽക്കാലം സമരസപ്പെട്ടു പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ ശക്തമായ ഭാഷയിൽ വിളിച്ചോതുകയാണ് KM ഷാജിയും ഈ പറയുന്ന KM മുനീറും ചെയ്യുന്നത്. ഇതോടുകൂടി ഒരു വലിയ ഭിന്നിപ്പിലേക്ക് അല്ലെങ്കിൽ വലിയൊരു തർക്കത്തിലേക്ക് തന്നെയാണ് മുനമ്പം വിഷയം മുസ്ലിം ലീഗിനെ കൊണ്ട് എത്തിക്കുക എന്ന് പറയേണ്ടി വരും.